നമ്മുടെ കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, ഇന്ന് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 35 അധ്യായം അതിൻ്റെ 4 മുതൽ 6 വരെയുള്ള വാക്യങ്ങളാണ്. ആ വചനം ഇപ്രകാരമാണ്: ഭയപ്പെട്ടിരിക്കുന്നവരോട് പറയുവിൻ, ഭയപ്പെടേണ്ട, ധൈര്യം ആലംബിക്കുവിൻ. ഇതാ നിങ്ങളുടെ ദൈവം പ്രതികാരം ചെയ്യാൻ വരുന്നു. ദൈവത്തിൻ്റെ പ്രതിഫലവുമായി വന്ന് അവിടുന്ന് നിങ്ങളെ രക്ഷിക്കും. അപ്പോൾ അന്ധരുടെ കണ്ണുകൾ തുറക്കപ്പെടും, ബധിരരുടെ ചെവി ഇനി അടഞ്ഞിരിക്കുകയില്ല. അപ്പോൾ മുടന്തന്മാർ മാനിനെ പോലെ കുതിച്ചു ചാടും, മൂകൻ്റെ നാവ് സന്തോഷത്തിൻ്റെ ഗാനം ഉതിർക്കും. വരണ്ട ഭൂമിയിൽ ഉറവകൾ പൊട്ടിപ്പുറപ്പെടും, മരുഭൂമിയിലൂടെ നദികൾ ഒഴുകും. ദൈവവചനമാണ് നാം കേട്ടത്. നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. പ്രിയപ്പെട്ടവരെ, ഈ വചനത്തെ ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. കർത്താവേ, ഭയപ്പെട്ടിരിക്കുന്ന ഓരോ വ്യക്തികളെ ഓർത്ത് ഞങ്ങൾ സ്തുതിക്കുന്നു. ദൈവമേ, അങ്ങയുടെ പ്രതിഫലവുമായി ആ ദൈവജനത്തിൻ്റെ മുമ്പിൽ അങ്ങ് ഇറങ്ങി വരണമേ കർത്താവേ. ഇന്ന് ഭയപ്പെട്ടിരിക്കുന്ന അനേകായിരങ്ങളുണ്ട് അപ്പച്ച. എന്ത് ചെയ്യണമെന്നറിയാതെ കടന്നു പോകുന്ന മക്കളുണ്ട് കർത്താവേ. ദൈവത്തിൻ്റെ വഴി അന്വേഷിച്ചാലും അവർക്കത് നന്മയായി മാറുന്നില്ല എന്ന് പരാതിപ്പെടുന്ന മക്കളും ഉണ്ട് കർത്താവേ. അങ്ങയുടെ വഴി സത്യസന്ധതയുള്ള വഴിയാണ്. ആ വഴിയിൽ അവർക്ക് സത്യമേ ഗ്രഹിക്കുകയുള്ളൂ. ആ സത്യത്തിൽ നിലനിൽക്കുവാൻ കർത്താവേ അവരെ സഹായിക്കണമേ. അവരാഗ്രഹിക്കുന്നതിൽ അപ്പുറമായി കൊടുക്കുവാൻ കഴിവുള്ള എൻ്റെ സ്വർഗീയ പിതാവേ, അങ്ങയുടെ സ്നേഹം കൊണ്ട് ആ മക്കളെ മൂടണമേ. പലപ്പോഴും പലരും വിളിച്ചു പറയുന്നു, ദൈവമേ, അവർക്ക് ജീവിതം എങ്ങനെ ജീവിക്കണമെന്ന് അറിയത്തില്ല, എങ്ങനെ മുന്നോട്ട് പോകണമെന്ന് അറിയത്തില്ല. ദൈവമേ, ഒരുപാട് തളർന്ന കരങ്ങളുണ്ട്, ഒരുപാട് ദുർബലരുണ്ട് കർത്താവേ. ഒന്നും മനസ്സിലാക്കാതെ മുന്നോട്ട് പോകുന്ന ദൈവജനമുണ്ടപ്പ. അപ്പാ പിതാവേ, അവരുടെ ജീവിതം കർത്താവേ, ഇന്നലെ 2-3 വീട്ടുകാർ വിളിച്ച് ഓരോ സന്ദേശങ്ങളും സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ കർത്താവേ, വഴി മുട്ടി നിൽക്കുന്ന ജീവിതമാണ്, അവർക്ക് മുന്നോട്ട് പോകുവാൻ സാധിക്കുന്നില്ല. അങ്ങനെ പറയുകയും അവരുടെ നാവിൽ നിന്ന് അടർന്നു വീഴുന്ന ഓരോ വാക്കുകളും ആത്മഹത്യയുടെ വക്കിലാണെന്ന് മനസ്സിലാക്കാനും കഴിഞ്ഞു കർത്താവേ. അവരുടെ ജീവിതങ്ങളിലേക്ക് അങ്ങ് കടന്നു ചെല്ലണമേ അപ്പ. അവർക്ക് നന്മകളാൽ അവരെ നിറയ്ക്കണമേ പൊന്നു പിതാവേ. ഒരുവൻ പോലും നശിച്ചു പോകാൻ അങ്ങ് ആഗ്രഹിക്കുന്നില്ലല്ലോ കർത്താവേ. ആയതിനാൽ ആ ജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവേ, അങ്ങയുടെ കൃപയിൽ ആ മക്കളെ നിറയ്ക്കണമേ, പൊതിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നപ്പാ. ഭർത്താവെ, തളർന്ന കാൽമുട്ടുകളെ, ബലമില്ലാത്ത കാൽമുട്ടുകളെ ഉറപ്പിക്കുവാൻ കർത്താവെ, ഭയന്നിരിക്കുന്നവരോട് ഭയപ്പെടേണ്ട എന്ന് പറയുവാനും കർത്താവെ, അങ്ങയുടെ വചനം അവർക്കായി കൊടുക്കുവാനും എല്ലാം കർത്താവ് അനുഗ്രഹിക്കണമേ അപ്പാ. അങ്ങയുടെ പ്രതിഫലവുമായി അങ്ങ് കടന്നു ചെന്നവരെ സഹായിക്കണമേ കർത്താവെ. അനുഗ്രഹിക്കണമേ കർത്താവേ. കൃപയാൽ നിറയ്ക്കണമേ കർത്താവേ. ദൈവമേ, പ്രാർത്ഥന വെച്ചിട്ടുള്ള എല്ലാവരെയും സമർപ്പിക്കുന്നു. അവരുടേതായ എല്ലാ ആവശ്യങ്ങളും സമർപ്പിക്കുന്നു. വിശേഷാൽ ഇന്നിപ്പോൾ പന്നിപ്പനിയായി ആശുപത്രിയിൽ കഴിയുന്ന ആൻറ്റി അങ്കിളിനെ സമർപ്പിക്കുന്നു കർത്താവേ. കർത്താവേ, അവരുടെ വേദനകൾ, പ്രയാസങ്ങൾ, ഭാരങ്ങളെല്ലാം അങ്ങ് ഏറ്റെടുക്കണമേ കർത്താവേ. അവരെപ്പോലെ രോഗം അനുഭവിക്കുന്ന എല്ലാ മക്കളെയും കർത്താവ് സഹായിക്കണമേ. ദൈവമേ, നന്ദിയോട് സ്തോത്രം ചെയ്യുന്നപ്പാ. പിതാവേ, നന്ദിയോട് സ്തോത്രം ചെയ്യുന്ന കർത്താവേ. രോഗികളായ എല്ലാ മക്കളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഭാരമുള്ള എല്ലാ മക്കളെയും ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവേ. രോഗാവസ്ഥയിൽ കഴിയുന്നവരെയും കർത്താവേ, കടത്താൽ കഴിയുന്നവരെയും ഭവനമില്ലാത്തവരെയും കർത്താവേ, ഇന്ന് പ്രാർത്ഥന ആവശ്യമുള്ള എല്ലാ മക്കളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവരെല്ലാം അനുഗ്രഹിക്കണമേ, വിശദീകരിക്കണമേ. അങ്ങയുടെ സ്നേഹം കൊണ്ട് അവരെ മൂടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ കരുണയും പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകവും ഈ പ്രാർത്ഥന കേൾക്കുന്ന എല്ലാ ദൈവമക്കളോടൊപ്പം ഇരിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വര എന്നേക്കും ആമേൻ. സർവശക്തനും നീതിമാനുമായ സ്വർഗീയ പിതാവ് നിങ്ങളെ എല്ലാം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. പ്രൈസ് ദി ലോർഡ്.